ഇന്നലെ നടന്ന CPO എക്സാമിൽ പരീക്ഷ എഴുതിയ ഓൾമോസ്റ്റ് എല്ലാവരും സ്കിപ്പ് ചെയ്തതോ തെറ്റിച്ചതോ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കാണുന്ന ചോദ്യം. ട്രൂ റിപ്സ് അല്ലെങ്കിൽ ശരിയായ വാരിയെല്ലുകൾ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും ആദ്യമായിട്ട് അറിയുന്നത് ഇന്നലെ ഈ ചോദ്യം വന്നപ്പോഴാണ് എന്നതാണ് മറ്റൊരു സത്യം. ഓക്കെ, മെജോറിറ്റി ആൾക്കാർ ഈ +2 ബയോളജിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം കണ്ടും കേട്ടും ഒക്കെ അറിയായിരിക്കും, അല്ലാത്തവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ബാക്കി എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ശരിയായ വാരിയെല്ലുകൾ അല്ലെങ്കിൽ ട്രൂ റിപ്സ് എന്നത് എന്തെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആ വാരിയലിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പറയുന്ന തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിന് പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു അസ്ഥി കവചമാണ് എന്ന് പറയുന്നത് വാരിയെല്ല് എന്ന് പറയുന്നത്. മൊത്തത്തിൽ 12 ജോഡിയിലായിട്ട് 24 വാരിയെല്ലുകളാണ് നമുക്കുള്ളത്. അതായത് നമ്മുടെ ശ്വാസകോശത്തെയും 2 ശ്വാസകോശങ്ങളെയും ഹൃദയത്തെയും എല്ലാം പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു അസ്ഥി കവചമാണ് എന്ന് പറയുന്നത് വാരിയെല്ല് അല്ലെങ്കിൽ റിബ്സ് എന്ന് പറയുന്നത്. ഈ വാരിയലിന്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും മാറൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേണം എന്ന് പറയും. മാറൽ അല്ലെങ്കിൽ സ്റ്റേണം എന്ന് പറയും. ഈ സ്റ്റേണവുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന 7 ജോഡി വാരിയെല്ലുകളെയാണ് നമ്മൾ ട്രൂ റിബ്സ് അല്ലെങ്കിൽ യഥാർത്ഥ വാരിയെല്ലുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ മാറലുണ്ടല്ലോ, ആ മാറലുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന 7 ജോഡി വാരിയെല്ലുകൾ, അതായത് ടോട്ടൽ 14 വാരിയെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയും, എന്താണ് ഇവിടെയാണ് 7ാമത്തെ വാരിയെല്ലിന്റെ ആ ഒരു പോർഷൻ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ആ 7ാമത്തെ വാരിയെല്ല് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ റിബ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഈ കാണുന്ന ഇളം നീല നിറത്തിലുള്ള ഭാഗത്തെയാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. കാർട്ടിലേജ്, മലയാളത്തിൽ പറഞ്ഞ തരുണാസ്ഥി എന്ന് പറയും. അങ്ങനെ ഈ 7ാമത്തെ വാരിയലിന്റെ തരുണാസ്ഥിയിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന 3 വാരിയലുകളുണ്ട്. 8, 9, 10. കണ്ടോ? ഇവിടെ നമുക്ക് പടം ഒന്ന് സൂം ചെയ്ത് നോക്കി കാണാൻ പറ്റും. അതായത് 7ാമത്തെ വാരിയലിന്റെ തരുണാസ്ഥിയിലേക്ക്, അതായത് കാർട്ടിലേജിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന 3 വാരിയലുകളുണ്ട്. 8, 9, 10. അപ്പൊ ആ 3 ജോഡി വാരിയലുകളെയാണ് നമ്മൾ ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പം മാറലിലേക്ക് അല്ലെങ്കിൽ സ്റ്റേണത്തിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന 7 ജോഡി വാരിയല്ലുകൾ അല്ലെങ്കിൽ ടോട്ടൽ 14 വാരിയല്ലുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ വാരിയലിന്റെ തരുണാസ്ഥിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന 3 ജോഡി വാരിയലുകൾ, 8, 9, 10 ജോഡി വാരിയലുകൾ, ടോട്ടൽ 6 എണ്ണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് റിബ്സ് കാണാം. അതായത് ഒന്നിലും കണക്ട് ചെയ്യാതെ പുറകു വശത്ത് നിൽക്കുന്ന 2 ജോഡി വാരിയലുകൾ, അതായത് 11, 12 ജോഡി വാരിയലുകളെയാണ് എന്ത് പറയുന്നത്? ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഔരസാശയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന അസ്ഥി കവചമാണ് വാരിയെല്ല് എന്ന് പറയുന്നത്. വാരിയെല്ലിൻ കൂടിൽ 24 അസ്ഥികളാണുള്ളത്. അതായത് ടോട്ടൽ 12 ജോഡി. ഇനി ഇതിന്റെ മധ്യഭാഗത്തായിട്ട് നമുക്കൊരു അസ്ഥിയുണ്ട്. അതിന്റെ പേര് മാറൽ അല്ലെങ്കിൽ സ്റ്റേണം എന്നാണ് അതിന്റെ പേര് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ 1 മുതൽ 7 ജോഡി വരെയുള്ള വാരിയെല്ലുകൾ ഡയറക്റ്റ് നമ്മുടെ ഈ മാറലിലേക്ക് അല്ലെങ്കിൽ സ്റ്റേണത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 8, 9, 10 വാരിയെല്ലുകൾ 7ാമത്തെ വാരിയെല്ലിന്റെ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 8, 9, 10 വാരിയെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കും? ഫാൾസ് റിബ്സ് എന്നും. ഇനി ഒന്നിലും ബന്ധിക്കാതെ നിൽക്കുന്ന പുറകുവശത്തായി കാണപ്പെടുന്ന 2 ജോഡി, 11, 12 ജോഡി വാരിയലുകളാണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ, ശരിയായ വാരിയലുകൾ അല്ലെങ്കിൽ ട്രൂ റിബ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. 1 മുതൽ 7 വരെയാണ്, 7 വരെ ജോഡി വാരിയലുകളാണ് ഈ ട്രൂ റിബ്സ് എന്നറിയപ്പെടുന്നത്. 8 മുതൽ 10 വരെയുള്ള 3 ജോഡി നിങ്ങൾക്ക് ഇപ്പൊ അറിയാം എന്താണ് കുട്ടികളെ? ഫാൾസ് റിബ്സ് എന്നാണ്. 8 മുതൽ 10 വരെയുള്ള ജോഡി. ഇനി 11, 12 വരെയുള്ള ജോഡികൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലോട്ടിംഗ് റിബ്സ്. അതായത് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം തന്നെ ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ എത്ര പേര് ഈ ക്വസ്റ്റ്യൻ ശരിയാക്കി എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യം, അതായത് എന്താണ് ട്രൂ റിബ്സ് എന്നും എന്താണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്നും എന്താണ് ഫാൾസ് റിബ്സ് എന്നും മനസ്സിലായല്ലോ. 1 മുതൽ 7 വരെ ട്രൂ റിബ്സ്, 8 മുതൽ 10 വരെ ഫാൾസ് റിബ്സ്, 11, 12 ജോഡികൾ എന്താണ്? ഫ്ലോട്ടിംഗ് റിബ്സ്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്,
ഈ പറയുന്ന വാരിയലുകൾക്ക് ഇടയിൽ പേശികളുണ്ട്. വാരിയലുകൾ നമ്മുടെ ശ്വസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആ ശ്വസന പ്രക്രിയ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതുപോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തില്ല. അതായത് ശ്വസന പ്രക്രിയയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് വായു വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വായു പോകുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തു തരാം. നമ്മൾ ബയോളജിയിൽ കുറേ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് പുതിയ SC ബേസ് ചെയ്തിട്ട് ബ്രെയിൻ ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ആയിക്കോട്ടെ, അതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ എക്സാമിന്. അപ്പൊ ഈ വാരിയലുകൾക്കിടയിൽ വരുന്ന പേശികളെ നമ്മൾ പറയുന്നത് ഇന്റർ കോസ്റ്റൽ പേശികൾ എന്നാണ്. വാരിയലുകൾക്കിടയിൽ വരുന്ന പേശികളെ എന്ത് പറയുന്ന കുട്ടികളെ ഇന്റർ കോസ്റ്റൽ പേശികൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ശ്വാസമൊക്കെ എടുക്കുമ്പോഴും നമ്മുടെ ഈ നെഞ്ചും കൂടി ഇങ്ങനെ ഉയരുകയും താരെയൊക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെ ഈ പറയുന്ന പേശികളുടെ പ്രവർത്തനം കൊണ്ടാണ്. അതൊക്കെ നമുക്ക് ശ്വസനത്തിന്റെ ആ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാം. അതൊരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അത്രയും പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആയതുകൊണ്ടും ഇനി അടുത്ത് നമുക്ക് അടുത്ത മാസം 4-ാം തീയതി ഫയർമാൻ എക്സാം ഒക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് ഈ ഒരു ചെറിയൊരു ക്ലാസ് സെഷൻ എടുത്തത്. അടുത്തത് നാളെ മുതൽ നമ്മുടെ 10th ഫിലിംസിന്റെ മാരത്തോൺ കോഴ്സ് നമ്മുടെ സ്മാർട്ട് PSC ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ദിവസവും രാത്രി 8:30-നാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് വരുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് 8:30 മുതൽ 10 മണി വരെ വരുന്ന ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്ത് തരും. അതിനു പുറമെ നിങ്ങൾക്ക് മാത്സ് അതുപോലെ കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെയൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും. കറണ്ട് അഫയേഴ്സ് 10 മാർക്കിനുണ്ട്, മാത്സ് ആൻഡ് മെന്റാലിറ്റി 20 മാർക്കിനുണ്ട്. അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് അടുത്ത മാസം ജൂലൈ മാസം 18-ാം തീയതിയാണ് ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ വരുന്നത്. ഫസ്റ്റും സെക്കൻഡും ഒരേ ദിവസം തന്നെയാണ്, രാവിലെയും വൈകുന്നേരമായിട്ട്. 3rd-ഉം 4th-ഉം വരുന്നത് ഓഗസ്റ്റിലാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ, ഏകദേശം 25ഓളം ദിവസങ്ങളെ നമുക്ക് ഇനി പഠിക്കാവുള്ളൂ. അപ്പം ഈ ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്ത് റാങ്ക് ബൂസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 379 രൂപയാണ് ടോട്ടൽ കോഴ്സ് ഫീ വരുന്നത്. എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. 3rd സ്റ്റേജ് 4th സ്റ്റേജ് ആണെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് കമന്റിൽ കോഴ്സിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഈ നമ്പറിലേക്ക് നിങ്ങൾ 10th ഫിലിംസ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് 10th ഫിലിംസ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അവർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ അല്ലേ? സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.